നിന്നൊരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് CPM-കാർ പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത്, അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ, അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ. കേരളത്തിലെ BJP-യുടെ വക്താക്കളായി CPM-ന്റെ ഭരണ നേതൃത്വം മാറുന്നതിനെ അവർ ശ്രദ്ധിക്കട്ടെ. AK ബാലനെ പോലുള്ള നേതാക്കന്മാർ പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ 2 മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല, പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത, അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട തോൽവിയേക്കാൾ അതിലും വലിയ തോൽവി നിങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ജനത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആവർത്തിച്ചത്, നിങ്ങളോട് അഭ്യർത്ഥിച്ചത്, SIR-ന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സാന്നിധ്യം താഴെ തട്ടിൽ, വീടുകളിൽ, ബൂത്തിൽ, അല്ലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവാൻ മാഷെ മറ്റാരെക്കാളും നിങ്ങൾ രംഗത്തിറങ്ങണം, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയണം, നിങ്ങൾ വീടെത്തണം. അവിടെ എത്തിയില്ലാത്തവരുടെ വോട്ടുകൾ അതിന്റെ രേഖകൾ സഹിതം തിരിച്ചെത്തിച്ചതുണ്ടെന്ന് അന്തിമ പട്ടിക വന്നതിന് ശേഷവും ഉറപ്പുവരുത്താനുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ ഒരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവരുത്. വാർഡിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഇറങ്ങണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശത്തെ, പൗരന്റെ വോട്ടെന്ന അവകാശത്തെ, അതിനെപ്പോലും കവരാൻ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോ അതിനെ ജനാധിപത്യ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് വിനീതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.